ഈ ത്രിമൂർത്തികൾ ഇനി നിയമസഭ കാണരുത്. സർവത്ര നശീകരണ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ഈ ത്രിമൂർത്തികൾ കേക്കച്ചൻ, ഉസ്മാൻ രമേശൻ, ഗിങ്ങിണിക്കുട്ടൻ എന്നിവർ വരുന്ന തവണ നിയമസഭ കാണരുത് എന്ന് പറയുകയാണ് കോൺഗ്രസ് അനുഭാവിയും അടൂർ സ്വദേശിയുമായ നാരായണൻ. ഇതിനോട് നിങ്ങളിൽ എത്ര പേർ യോജിക്കുന്നു? ദയവായി കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. i2v ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. സാറേ, ഞാൻ അടൂരിന്നാണ് വിളിക്കുന്നത്. പേര് നാരായണ. സാർ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിട്ടും നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളില്? നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നാളെയും തുടരും. അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നുണ്ട് സാറേ? നമുക്ക് ഇനി ഏതെങ്കിലും രീതിക്ക് അടുത്ത ഇലക്ഷന് അദ്ദേഹത്തിന് നിൽക്കാൻ ചാൻസ് കിട്ടുമോ? അയാൾക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ എന്താ തടസ്സം? എന്താ തടസ്സം? സാറേ, ഞാൻ എന്റെ ആത്മാർത്ഥത ഈ പലരെയും അഭിപ്രായങ്ങൾ ഞാൻ പല പ്രാവശ്യം എല്ലാം കേൾക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ സ്വന്തമായിട്ട് അഭിപ്രായം പറയാം. ഈ ഇലക്ഷന് ഈ 3 പേര് ഭരണം കോൺഗ്രസിന് കിട്ടുകയും ചെയ്യണം. 3 പേര് തോക്കാം. എന്തുമെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഈ വാർത്ത കേൾക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഹൃദയത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയും ഈ വി ഡി സതീശനും മുരളിയും സ്ഥാനാർത്ഥികളായിട്ട് നിന്നാൽ അവരെ തോൽപ്പിക്കാൻ എന്തെങ്കിലും മാർഗം നോക്കണം. ഇവർ 3 പേരും നിയമസഭ കാണരുത്. അതാണ് എന്റെ ഒരു അഭിപ്രായം. 3 പേര്, ഇവർ 3 പേരും കാണരുത്. കെ.സി. വേണുഗോപാലിനെ ഞാൻ പാരിതോഷികമായിട്ട് കുറ്റപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കണം അല്ലെങ്കിൽ സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റവർ 3 പേരും ഇങ്ങനെ നിൽക്കുന്നതാണ് പുള്ളി ഇങ്ങനെ ഇതിപ്പോ കണ്ടോ. അതായത് രാഹുലിനെ പാലക്കാട്ടേക്ക് തന്നെ മത്സരിപ്പിക്കാനുള്ള ഏതാണ്ട് ചർച്ചകൾ വരുന്നു. സാധ്യത വന്നപ്പോൾ തന്നെ ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ വിദേശത്തേക്ക് പോയി. ഇവൻ ഇതിന്റെ ഓപ്പറേഷൻ നടത്തി എല്ലാം തിരിച്ച് അറസ്റ്റ് ചെയ്യുന്ന അന്ന് ഇവൻ തിരിച്ചു വന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പൊട്ടം കളച്ച് നിൽക്കുന്നു. അതെ, അത് ജനത്തിനറിയാം ഇവൻ ചെയ്തേക്കുന്ന പരിപാടി. അന്ന് കണ്ടോ. എന്നിട്ട് ഇവൻ പറയുകയാണ് ഇതിന്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് വിജയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ രാഹുലിനെ വേട്ടയാടുമ്പോൾ അല്ലെ അറസ്റ്റ് ചെയ്ത് അകത്തിടുമ്പോൾ പിണറായി വിജയനോടും ഇടതു സർക്കാരോടും ജനങ്ങൾക്ക് വൈരാഗ്യം കൂടും. അവർക്കെതിരെ വോട്ട് ചെയ്യും. അത് UDF ഗുണകരമാവും. എന്നിട്ട് എന്തു പറയും? ഇവന്റെ നേട്ടമാണ്, അത് ഇവന്റെ ലീഡർഷിപ്പിന്റെ മികവാണ് എന്നും പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഇവൻ നിൽക്കുകയാണ്. 100 ഇനിയിപ്പോ 90 സീറ്റ് കിട്ടില്ല, 100 കൂടുതൽ കിട്ടിയാൽ ഇവര് 3 പേരും തോക്കണം. ഈ എന്റെ ഈ വാർത്ത കേൾക്കുന്ന ഏതെങ്കിലും, എന്റെ ഈ പ്രതികരണം കേൾക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ, അമ്മച്ചിമാരുണ്ടെങ്കിൽ, പെങ്ങന്മാരുണ്ടെങ്കിൽ, രാഹുലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവര് 3 പേരും തോക്കണം. ഞാൻ തീർത്തും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ എന്റെ മണ്ഡലത്തിലല്ല രാഹുൽ നിൽക്കുന്നത്. എന്റെ മണ്ഡലത്തിലല്ല, ഞാൻ അടൂർ മണ്ഡലത്തുകാരനാണ്. രാഹുൽ നിൽക്കും. അതേപോലെ പാലക്കാട്, അതുപോലെ ഇവര് നിൽക്കുന്നത് എറണാകുളവും മാവേലിക്കരയൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞത് ഇവർ 3 പേര് തോക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ 3 പേര് നിയമസഭ കാണരുത്. ഇന്ന് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ആഗ്രഹം എന്താ? ഞാൻ മനസ്സിൽ തട്ടപ്പിന്നെ പറയാം. ഞാൻ അതിനുവേണ്ടി ഇന്ന് ഓർക്കുക, ഈ 4.5 മാസത്തിന് ശേഷവും ഇന്നും ഈ രാഹുൽ വിഷയം ഇവിടെ എടുത്തിട്ട് അലക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ പിടിപ്പുകേടും ഇവന്മാരുടെ കഴിവില്ലായ്മയും കൊണ്ടും അല്ലേ? അന്ന് ഈ ഇത്തരം ആരോപണം വന്നപ്പോൾ തന്നെ ഇവർ ശക്തമായി നിൽക്കുകയായിരുന്നു എങ്കിൽ ഇവൻ ഈ പാർട്ടിയിലെ ഇതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഈ നേതാവിനെ കൊലക്കിട്ട് കൊടുത്ത് ഇതിനെ ഇത്രയും വഷളാക്കി ഈ ഒരവസ്ഥയിൽ, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇതിനെ വീണ്ടും ആളിക്കത്തിച്ചുകൊണ്ടു ഈ വിഷയം നിൽക്കും. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇവന്മാർ ഓരോരോ ആരോപണമായി ഓരോ ദിവസം വരും. അപ്പോഴും ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഇവന്മാരുടെ പിടിപ്പുകേടിൽ നിന്നും കഴിവുകേടിൽ നിന്നും അല്ലേ? അല്ല സാറേ, എന്റെ വ്യക്തിപരമായ എനിക്കൊരു അഭിപ്രായം ഞാൻ പറയാം. മാധ്യമങ്ങൾ പലരും കേൾക്കുന്നുണ്ട്. ഇവന് ഈ ആദ്യ വിഷയം ഉണ്ടായപ്പം ഈ വി ഡി സതീശൻ പറഞ്ഞല്ലോ, ഒരു മകളെ പോലെ ഒരാൾ വന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കേൾക്കാതിരിക്കുക? എന്റെ മകളെ പോലാന്ന്. സത്യത്തിൽ മകളെ പോലല്ല അവള്. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെറുപ്രായത്തിലെ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയ ഈ ചെറുപ്രായത്തിൽ വന്ന് ഇവനെ മറ്റുള്ള പാർട്ടിക്കാർ താങ്ങുമ്പോൾ, മറ്റുള്ള
കൊല്ലം ജില്ലയിൽ കിടന്ന് മുകേഷിനെയൊക്കെ അവർ പാർട്ടിക്കാർ താങ്ങുമ്പോൾ ഇവന് എന്തുകൊണ്ട് ഇത്രയും വലിയ കൊടും ക്രൂരത ഈ മനുഷ്യനോട് കാണിച്ചു, ഈ ചെറുപ്പക്കാരനോട് കാണിച്ചു? ഇത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ വിഷയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത് ഇവർ തമ്മിലുള്ള ചെറുപ്പക്കാരാണ്, സൗഹൃദം ഉണ്ടായിരിക്കാം, മറ്റു തരത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇതിനെ ഇവന്മാരുടെ ആവശ്യമായി മാറി. ഇതിനെ ഇത്രയും വലിച്ചഴച്ച് ഇങ്ങനെയുള്ള ഒരു നാടകമായി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേക്കച്ചന്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി ഇവന്റെ നിലപാട് ശരിയായിരുന്നു, ഇത് സത്യമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള പെടാപ്പാടിലാണ് ഇവൻ. ഇല്ലെങ്കിൽ ഇവന്റെ രാഷ്ട്രീയ ജീവിതം ഇവൻ ഈ 25 കൊല്ലം ഇവൻ കുതികാട്ടിൽ വെട്ടും ഇതുപോലെ തേൻകണിയുമായിട്ട് പടുത്തുയർത്തി കൊണ്ടുവന്ന ഇവന്റെ മുഖ്യമന്ത്രി കസേര മോഹം പൊലിയും. അതുകൊണ്ട് ഇവന്റെ ആ നിലപാട് ശരിയായിരുന്നു എന്ന് വരുത്തുവാൻ ഇവൻ കെട്ടിയിറക്കുന്ന ആട്ടക്കാരികളാണ് ഇവരെല്ലാം. ഒരു പരിപാടിയാ അത്. ജനങ്ങൾ മനസ്സിലാക്കേണ്ട, അതുകൊണ്ടാണ് ഈ ഒക്കാഴികൾ വരുന്നത്. ഇത് കണ്ട ഈ 3 പരാതികളും നോക്കിയാൽ ഇതെല്ലാം ഒരേ അച്ചിൽ വാർത്തെടുത്ത പോലെ ഒരേ തരത്തിൽ വരുന്നുക എന്ന് പറഞ്ഞാൽ, ഇത് ഇവൻ ഇതുപോലെ ഈ പറയുന്ന AICCയുടെ വന്ന മീൻവണ്ടിയിൽ വന്ന ആ പണവും ഇവൻ ഈ തരത്തിൽ പല പ്രതിപക്ഷത്തിരുന്ന് ഇവൻ കണ്ണടച്ച് മേടിച്ച കമ്മീഷനും ഇവൻ ഈ സകല ഉടായ്പിലൂടെ ഉണ്ടാക്കിയ ഇവന്റെ ഈ കള്ളപ്പണങ്ങളെല്ലാം സമാന്തരമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള സകല മാധ്യമങ്ങളെയും വിലക്കെടുത്തു. എല്ലാവരും ഇവന് കുഴലൂതത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവന്റെ ഈ തിരക്കഥ ഓരോ ദിവസവും ഓരോ ഗ്യാപ്പിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് തുടരും. ഇവന്റെ നാട്ടുകാരിയായ സ്വന്തം ഫോട്ടോ വരെ പരസ്യപ്പെടുത്തിയ ഒരു പുള്ളിക്കാരത്തി പറഞ്ഞല്ലോ, നീ കീറിയ നിക്കറുവാട്ടെന്ന് വന്ന അവന് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അവന് അവരുടെ പേര് കേസ് കൊടുത്തില്ല? അതാ പറഞ്ഞ, ഇവൻ അവരുടെ പേര് കേസ് കൊടുത്തിട്ടില്ല. അത് ഇവിടെ ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ചയാക്കിയോ? അത്രയും ഗുരുതരമായ ഒരു ആരോപണം ഈ രാഹുലിനെതിരെ വന്നോ? വന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം നടന്നു? അതുപോലെ തന്നെ ഇവന്റെ ഈ തരികടകളെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമുഖം നൽകിയ PS രാജേന്ദ്രപ്രസാദ് നാളെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, ഗുണ്ടകളെ വിട്ടു. ഇവൻ ഇതൊന്നും കാര്യമാക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് കൊണ്ട് ഈ ഗുണ്ടകളെ വിട്ട് അവന്റെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതുപോലെ എനിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി അവിടെ കൊണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തു. ഇതെല്ലാം ഈ സൈഡിൽ കൂടെ ചെയ്തിട്ടാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവന്റെ ഈ കപട മുഖത്തെയാണ് നമുക്ക് പൊളിച്ചു കാണിക്കേണ്ടത്. സാറ് ഏതെങ്കിലും രീതിക്ക് എന്തെങ്കിലും ഇപ്പൊ വെറുതെ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ രാഹുലിനെ അപ്പൊ ഇവരെയൊക്കെ കരുതിക്കൂട്ടിൽ ഇവരെയൊക്കെ മനസ്സിലിരുന്ന് എന്തൊക്കെ ഇപ്പൊ മനസ്സിലായേ. അതുപോലെ ഞാനിപ്പോ അവന്റെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. രാഹുലിനെതിരെ രാവിലെ തൊട്ട് ഈ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവന്റെ വീട്ടിൽ കയറി ഇറങ്ങാത്ത കോൺഗ്രസ് നേതാക്കന്മാരില്ല. അവൻ പറയുന്നത് മറ്റേ മതിൽ ചാടാത്ത ഓദയനില്ല. അവന്റെ വീട്ടിൽ മതിൽ ചാടിയ ഓദയനന്മാർ ഇന്ന് ഇവന്റെ കൂടെ അടക്കുക. പക്ഷെ അതിനൊന്നും ഒരു പരാതി വന്നില്ല. കാരണം ഓദയനന്മാർക്കുള്ള ഒരു വെൽക്കമിങ് സിഗ്നൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു, പരാതിക്കാരവിടെ ഇല്ലായിരുന്നു. ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർ മനസാക്ഷിയുള്ളവര് ഇവന്മാര് 3 പേര് എവിടെ നിൽക്കുന്നു അവിടുത്തെ ജനങ്ങൾ ഒരുങ്ങി ഇവന്മാരെ 3 പേരും തോൽപ്പിക്കുന്നു. 3 പേരും നിയമസഭ കാണരുത്. കോൺഗ്രസ് പറഞ്ഞിട്ട് വരുകയും ചെയ്യണം. അതിന് വേണ്ടി എന്റെ പൊന്നു സാർ ഇത്തരത്തോളം സാർ സത്യത്തിന് വേണ്ടി വിളിച്ചു പറയുന്ന സാറിന്റെ ചാനലിനെ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ 2ാമത്തെ പ്രാവശ്യം ഞാൻ സാറിന്റെ ചാനൽ മാത്രം കാണുന്നതുകൊണ്ടാണ് ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം സാറിനെ വിളിച്ച് ഞാൻ ഇത്രയും ഇത് പറയുന്നത്. എന്തായാലും എനിക്കൊരു രാവിലെ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഉച്ച കഴിഞ്ഞ് സാറിന്റെ ചാനൽ കണ്ടപ്പോൾ പല ചാനലും കണ്ടപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തായിട്ട് എനിക്ക് ആകെപ്പാട് ഞാൻ ഇന്നലെയും പ്രാർത്ഥിച്ചതാണ് ഇവന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ആ നാട്ടുകാരനാണ്. ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ആ നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇങ്ങനെ സംഭവം നടക്കില്ല. കേസ് നിലനിൽക്കത്തില്ല, അത് വേറെ സത്യം. പക്ഷെ എങ്ങനെയെങ്കിലും ജാമ്യം എടുത്ത് രക്ഷപ്പെട്ട് ഏതെങ്കിലും രീതിക്ക് സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.